ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മൾ ഹോണ്ട യൂണിക്കോൺ 160 ആണ് വണ്ടി. നമ്മൾ ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത് വണ്ടിക്ക് ഒരു മിസ്സിങ് ഉണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ട് ഗട്ടർ ചാടുന്ന സമയത്ത് ഫ്രണ്ട് ഇത് ചെറിയൊരു ഷിവറിങ് പോലെ കാണിക്കുന്നുണ്ടായിരുന്നു. ബെയറിങ്ങിൻ്റെ സൈഡ് ഹാൻഡിൽ ബെയറിങ്ങിൻ്റെ ചെറിയ കംപ്ലയിൻറ്റ്. പിന്നെ ടാങ്ക് നമുക്കൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്, കാർബറേറ്റർ ക്ലീൻ ചെയ്യേണ്ട, അങ്ങനെ 1-2 വർക്കുകളുണ്ട്. അപ്പോൾ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് അഴിച്ചാണ്. അപ്പോൾ ബ്രേക്ക് ലൈൻഡറൊക്കെ നമുക്ക് നല്ല ലൈൻഡറാണ്, ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി. ബ്രേക്കിൻ്റെ ക്യാമൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് കേട്ടോ. ക്യാമെന്ന് പറയുമ്പോൾ ഈ ബ്രേക്ക് തിരിയുന്ന ഈ ഭാഗം, കാരണം ഞാൻ വെള്ളത്തിൻ്റെ പ്രസൻസൊക്കെ വന്ന സമയത്ത് നമുക്കത് ക്ലാവൊക്കെ കയറിയിട്ട് ടൈറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് ഗ്രീസിങ് എടുത്ത് കയറ്റാം. ചെയിനൊന്ന് ഗ്രീസ് ചെയ്തിട്ടാൽ മതി നമുക്ക് കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ കേസ് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്റർ നമുക്ക് നമ്മൾ കിടക്കുന്നത് ഹോണ്ടയുടെ കമ്പനി ഫിൽറ്റർ തന്നെയാണ്, ഒറിജിനൽ ഫിൽറ്ററാണ്, നല്ല ഫിൽറ്ററാണ്. അപ്പോൾ എയർ ഫിൽറ്ററും പ്ലഗും നല്ല വലിയ പഴക്കം ആയിട്ടില്ല. അപ്പോൾ നമുക്ക് തൽക്കാലം എയർ ഫിൽറ്റർ പ്ലഗൊക്കെ അത് തന്നെ യൂസ് ചെയ്യാം കേട്ടോ, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ കാർബറേറ്റർ മിസ്സിങ്ങുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. അപ്പോൾ സർവീസിനകത്തും ഉള്ളതാണ്. പിന്നെ കാർബറേറ്റർ യൂണിറ്റ് നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, കാർബറേറ്ററിനകത്ത് അത്യാവശ്യം അഴുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. മെയിനായിട്ട് നമുക്ക് ആ മിസ്സിങ്ങിൻ്റെ ഒരു പ്രോബ്ലം കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വാക്യൂം പിസ്റ്റൻ്റെയാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇത് ഈ വൈറ്റ് ഷെയ്ഡിൽ കാണുന്നത്, അത് മൊത്തം ബ്ലാക്കാണ് അതിൻ്റെ കളർ. വൈറ്റ് ഷെയ്ഡിൽ കാണുന്നത് തേയ്മാനം വന്നേക്കണതാണ്. അത് ശരിക്കും പറഞ്ഞാൽ വാക്യൂം പിസ്റ്റണും തേയ്മാനം വരും. അതേപോലെ തന്നെ നമുക്ക് ഈ കാർബറേറ്റർ യൂണിറ്റ് അസംബ്ലിക്കും തേയ്മാനം ഉണ്ട്. പക്ഷേ നമുക്ക് കാർബറേറ്റർ യൂണിറ്റിൻ്റെ തേയ്മാനം എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അവിടെ വളരെ നല്ല രീതിയിൽ തേയ്മാനം കാണിക്കുന്നുണ്ട് അതിനകത്ത്. കാർബറേറ്റർ നമുക്ക് മാറ്റൽ പ്രായോഗികമല്ല, കാരണം ഞാൻ കോസ്റ്റ്ലിയാണ്. അപ്പോൾ നമുക്ക് തൽക്കാലം ഈ വാക്യൂം പിസ്റ്റൺ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ മിസ്സിങ്ങുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ് റെഡി ആയിക്കോളും. അപ്പോൾ ഇത് മാറ്റിയിടാം. അതേപോലെ തന്നെ അത് ഈ സ്ലോ ജെറ്റ് കാർബറേറ്ററിൻ്റെ ഉള്ളിൽ വന്ന ജെറ്റ് ചെറിയൊരു ബ്ലോക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതും മാറ്റി പുതിയത് ആക്കണമുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇത് ഇരിക്കുന്ന ബാറ്ററി 2023 മോഡൽ ബാറ്ററിയാണ്, ആമറോണിൻ്റെ ബാറ്ററിയാണ് ഇരിക്കണേ. നമ്മൾ ബാറ്ററിയും കൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ കണ്ടീഷൻ കൂടി നോക്കണമുണ്ട് കേട്ടോ. അതിൻ്റെ വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് 12.92 വോൾട്ട് കാണിക്കുന്നുണ്ട്. നമ്മൾ ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് കൊടുത്തിട്ടുണ്ട്. ബാറ്ററിയുടെ കണ്ടീഷൻ കറക്റ്റ് സ്റ്റാറ്റസിനകത്ത് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനകത്ത് നോക്കുമ്പോൾ ഇതിവിടെ ഡാമേജ് ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ ബാറ്ററി. പക്ഷേ ബാറ്ററി വാറണ്ടി പീരീഡിലുള്ള ബാറ്ററിയാണ്. അപ്പോൾ സെൽഫുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വാറണ്ടിക്ക് ആയിട്ട് അയക്കേണ്ടതായിരിക്കും കുറേ കൂടി ബെറ്റർ കേട്ടോ. അതായത് ഫസ്റ്റ് ബാറ്ററിയുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ് വരുന്നത് സെൽഫ് എടുക്കാനായിട്ടായിരിക്കും. ഫോണ്, ഇൻഡിക്കേറ്റർ, ബാക്കിയത്തെ ബ്രേക്ക് ലൈറ്റ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് വോൾട്ട് ഉണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും. പക്ഷേ സെൽഫ് മോട്ടർ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആംബിയർ മാച്ചിങ് ആണ്. അപ്പോൾ എനിക്കിപ്പോൾ ചെക്ക് ചെയ്യണ സമയത്ത് കംപ്ലയിൻ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് കംപ്ലയിൻറ്റ് വരുമെന്നുള്ള ദിവസം നോക്കാം. എന്തായാലും വാറണ്ടി പീരീഡിൽ ഉള്ളതായതുകൊണ്ട് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് വാറണ്ടിയിൽ അത് മാറ്റി കിട്ടും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ന്യൂട്രൽ ലൈറ്റ് തെളിയണില്ല. അപ്പോൾ നമ്മളത് ഇവിടുന്ന് നോക്കുമ്പോൾ ഡയറക്റ്റ് കോൺടാക്റ്റൊക്കെ കണക്ഷൻ കൊടുത്തു വയ്ക്കിയിട്ടും വർക്കിംഗ് ആവണില്ല. നമുക്ക് ആ മീറ്റർ ഡിസ്പ്ലേയുടെ ഉള്ളിൽ വന്ന LED ലൈറ്റാണ്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ കംപ്ലയിൻ്റ് ഒന്നുണ്ടെങ്കിൽ നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. അതല്ലാത്ത കേസ് വയറിംഗ് സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ആണെങ്കിൽ നമ്മളത് കൂട്ടത്തിൽ കൂടെ ക്ലിയർ ചെയ്ത് പോകണം. പിന്നെ ഈ കാർബറേറ്റർ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ക്ലീനർ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. കാരണം അതിൻ്റെ ഉള്ളിൽ ക്ലാവ് പിടിച്ചേക്കുന്ന ഒരു അവസ്ഥയിലൊക്കെ നിൽക്കണം. അപ്പോൾ ഒരു ക്ലീനർ വെച്ചിട്ട് വേണം നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് നമുക്ക് കാർബറേറ്റർ ക്ലീനാക്കി എടുക്കാനായിട്ട്. പിന്നെ അതിൻ്റെ ബാക്ക് ടയറിൻ്റെ കണ്ടീഷനൊക്കെ ആയാലും നല്ല ടയറാണ്, അത്യാവശ്യം നല്ല കട്ടയുണ്ട്. പിന്നെ എഞ്ചിൻ ഓയിലിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തിരുന്നു, നല്ല ഓയിലാണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഓയിൽ നമുക്ക് തൽക്കാലം മാറ്റേണ്ടതായിട്ടൊന്നുമില്ല. പിന്നെ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കിൻ്റെ പാഡൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് അതിൻ്റെ വർക്കിംഗ് കണ്ടീഷനൊക്കെ ഒന്ന് ഇൻസ്പെക്ട് ചെയ്യാനായിട്ടൊക്കെ അയച്ചാണ്. നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല, വർക്കിംഗ് സാറ്റിസ്ഫൈഡ് ആണ്, വേറെ പ്രോബ്ലം നിലവിലില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ട് ഹാൻഡിൽ ബെയറിങ്ങിൻ്റെ ഭാഗത്തുനിന്ന് ചെറിയൊരു അടി ഉണ്ടായിരുന്നു. അത് കോൺസെപ്റ്റിൻ്റെയാണ്. നമുക്ക് ഈ സെൻറ്ററിൽ വന്ന ബെയറിങ്ങിൻ്റെയാണ്, ഈ ഹാൻഡിൽ റൊട്ടേഷൻ തിരിക്കുന്ന ഭാഗത്ത് തന്നെ ബെയറിങ്ങിൻ്റെയാണ് ആ കംപ്ലയിൻറ്റ് കാണിക്കുക. അപ്പോൾ അത് അഡ്ജസ്റ്റബിൾ ടൈപ്പ് ബെയറിംഗ് ആണ്. അപ്പോൾ നമ്മൾ ടൈറ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഓക്കെ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രത്യക്ഷത്തിൽ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വരില്ല എന്ന് വേണം വിചാരിക്കാനായിട്ട്. കാരണം ഇപ്പോൾ നിലവിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓക്കെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം, കൂടുതലായിട്ട് പ്രോബ്ലം ഉണ്ടെങ്കിൽ മാത്രം നമുക്കത് മാറ്റി കളഞ്ഞാൽ മതി. കാരണം ഞാൻ മാറ്റണമെങ്കിൽ ഫുള്ളായിട്ട് നമുക്ക് ഫ്രണ്ട് അഴിക്കണം. ഇപ്പോൾ നമുക്ക് ഓടിച്ച് നോക്കുമ്പോൾ വേറെ പ്രോബ്ലംസ് കാണിക്കണില്ല കേട്ടോ. നമ്മൾ സെറ്റ് ചെയ്തിട്ട് വണ്ടി ട്രയൽ നടത്തിയായിരുന്നു. അപ്പോൾ പ്രത്യക്ഷത്തിൽ വേറെ പ്രോബ്ലം ഇല്ല. അതുകൊണ്ട് തന്നെ തൽക്കാലം അതങ്ങനെ നമുക്ക് നിലനിർത്താം. പിന്നെ 2 കേബിളുകൾക്ക് നമുക്ക് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. ആക്സിലേറ്ററിൻ്റെ കേബിളായാലും നമുക്ക് ഇവിടെ സ്ലൈഡറിൻ്റെ ഇവിടെ ഇച്ചിരി ഓവർ പ്ലേ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ടേക്കാം, ആക്സിലേറ്ററിൻ്റെ കേബിൾ. അതേപോലെ തന്നെ നമുക്ക് ക്ലച്ച് സൈഡ് കേബിളിൻ്റെ കേസ് നോക്കുമ്പോൾ ഇവിടെ ഓൾറെഡി ഔട്ടർ പൊട്ടി നിൽക്കണേ. അതായത് ഇപ്പോൾ ഹാൻഡിൽ തിരിയണ ഭാഗത്തൊക്കെ ഇവിടെ നോക്കുമ്പോൾ ഔട്ടർ പൊട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം ഇറങ്ങി തുരുമ്പിൻ്റെ പ്രസൻസിനെ കാണുന്നു കേട്ടോ. അപ്പോൾ അത് നമുക്ക് ക്ലച്ച് കേബിൾ മാറ്റിയിട്ടേക്കാം. കാരണം ഞാൻ എന്തായാലും ഇനി അങ്ങോട്ടേക്ക് പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരുള്ളൂ, ടൈറ്റ് ആവുള്ളൂ വെള്ളം ഇറങ്ങി തുടങ്ങുമ്പോൾ. പിന്നെ ഫ്രണ്ട് ഫോർക്കിൻ്റെ സൈഡ് ഓയിൽ ലീക്ക് വന്നേക്കണത് നമുക്ക് ഈ ടോപ്പ് നെറ്റിൻ്റെ സൈഡിൽ നിന്നാണ് ലീക്ക് വന്നേക്കണം കേട്ടോ. അത് അഴിച്ചിട്ട് അതിൻ്റെ ഓറിങ് മാറ്റിയിട്ടാൽ മതി, വേറെ പ്രോബ്ലം ഇല്ല. അപ്പുറത്തെ സൈഡും വേറെ പ്രോബ്ലം ഇല്ല. ഷോക്കപ്സിൻ്റെ വർക്കിംഗ് ചെക്ക് ചെയ്യുമ്പോഴും കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഫ്യൂൽ ടാങ്ക് നമ്മൾ അഴിച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. കാരണം അതിൻ്റെ ടോപ്പ് സൈഡിലൊക്കെ അത്യാവശ്യം തുരുമ്പിൻ്റേതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. പിന്നെ ഇതിൻ്റെ ഒന്ന് വാട്ടർ സർവീസ് അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം ഈ വന്ന അഴുക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഉള്ളിൽ നിന്നുള്ളത് കേട്ടോ.
അതൊക്കെയാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കൂടി ഞാൻ വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടാം. ഈ വീഡിയോ ഇതിൻ്റെ ലിങ്കും കൂടി വാട്സാപ്പിലേക്ക് ഇടാം. നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇട്ടാൽ മതി. വണ്ടി വർക്ക് ഇച്ചിരി ലേറ്റായിട്ട് തീരുള്ളൂ, കാരണം എന്താ വെച്ചാൽ ടാങ്കൊക്കെ ക്ലീൻ ചെയ്ത് നമുക്ക് പെയിൻറ്റൊക്കെ ടച്ച് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് വർക്ക് കംപ്ലീറ്റ് ആവുള്ളൂ. ഒന്ന് എന്തായാലും ലേറ്റായിട്ട് തീരുന്നുണ്ടെങ്കിൽ ഇന്ന് കംപ്ലീറ്റ് ആക്കും. അപ്പോൾ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്തേക്കാം. ഓക്കെ.